വാക്ചാതുര്യം കൊണ്ടും നർമ്മ സംഭാഷണങ്ങൾ കൊണ്ടും എപ്പോഴും ജനങ്ങളുടെ ഹൃദയത്തിലിടം നേടുന്നയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ഡൽഹിയിൽ നടന്ന പ്രഥമ നാഷണൽ ക്രിയേറ്റീവ്സ് അവാർഡ് ദാന ചടങ്ങിൽ പുരസ്കാര ജേതാക്കളോട് സംബന്ധിച്ചതും ഇത്തരത്തിലായിരുന്നു. പുരസ്കാരം വാങ്ങി കാൽ തൊട്ട് വന്ദിച്ചവരെ തിരിച്ചും വണങ്ങിയും തമാശകൾ പങ്കുവച്ചും പ്രധാനമന്ത്രി ലാളിത്യത്തിന്റെ പ്രതിരൂപമായി മാറി. പുരസ്കാരം വാങ്ങാനെത്തിയ ഓരോരുത്തരോടും കുശലം ചോദിച്ചും തമാശകൾ പറഞ്ഞും പഴയ കഥകൾ ഓർമ്മിച്ചെടുത്തും പ്രധാനമന്ത്രി വേദിയിൽ തുടർന്നു. ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന, പല രാഷ്ട്രത്തലവന്മാരും ആരാധിക്കുന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണെങ്കിലും തന്റെ കാൽ തൊട്ട് വണങ്ങിയ ഓരോരുത്തരുടെയും ആശീർവാദം വാങ്ങാൻ അദ്ദേഹവും തലകുനിച്ചു. കൾച്ചറൽ അംബാസഡർ പുരസ്കാരം നേടിയ മൈഥിലി താക്കൂറിന് പുരസ്കാരം നൽകിയ ശേഷം പ്രധാനമന്ത്രി പറഞ്ഞത്, എന്തെങ്കിലും ഒന്ന് പാടൂ, എന്റെ സംസാരം കേട്ട് എല്ലാവരും മടുത്തു കാണും എന്നായിരുന്നു. പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന സ്വീകരിച്ച് താക്കൂർ പാടാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. प्रेम मगन नाचे भोला भोला, डिमिक डिमिक डमरू कर बाजे, प्रेम मगन नाचे भोला. സ്വച്ഛത അംബാസഡർ പുരസ്കാരത്തിന് അർഹനായ മൽഹർ കലംബയ്ക്ക് പുരസ്കാരം നൽകുന്ന സമയത്ത് കൃത്യമായ രാഷ്ട്രീയവും അദ്ദേഹം പറഞ്ഞുവെച്ചു. എല്ലാ തരത്തിലുള്ള ശുചീകരണ ജോലികളും ചെയ്യാം. ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ശുചീകരണം നടക്കാൻ പോവുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. हर प्रकार की सफाई में काम आ सकता है. इस चुनाव में भी सफाई होने वाली है. പൊതുസമ്മേളനങ്ങളിൽ ഒത്തുകൂടുന്ന ജനലക്ഷങ്ങളെയാകെ ആവേശത്തിലാഴ്ത്താൻ കഴിയുന്ന മോദി പ്രഭാവം മുമ്പ് പല സമയത്തും കണ്ടിട്ടുണ്ട്. എന്നാൽ സാധാരണക്കാരോടൊപ്പം കുശലം പറഞ്ഞും ഓർമ്മകൾ പങ്കുവച്ചും ഒരു സാധാരണക്കാരനായ മോദിയുടെ പ്രഭാവമാണ് ഇന്ന് കാണാൻ സാധിച്ചത്. ന്യൂസ് ഡെസ്ക്, ജനം.